കേരള കലാമണ്ഡലത്തിൽ RLV രാമകൃഷ്ണന് അധ്യാപകനായി ജോലി ലഭിച്ചിരിക്കുന്നു. ഭരതനാട്യത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കലാമണ്ഡലത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഒരു പുതിയ ചരിത്രം കുറിച്ചുകൊണ്ടുള്ള ഒരു നിയമനം കൂടിയായി മാറുകയാണ്. ഇപ്പോൾ RLV രാമകൃഷ്ണൻ നമ്മോടൊപ്പം ചേരുന്നു. അത് തന്നെ അഭിനന്ദൻ. ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ജീവിതമാണ് RLV രാമകൃഷ്ണൻ എന്ന് പറയുന്നത്. നിരന്തരമായ പ്രതിസന്ധികൾ, എതിർപ്പുകൾ, അവഗണനകൾ അതെല്ലാം മറികടന്ന് ഇപ്പോൾ കേരളത്തിൻ്റെ ഏറ്റവും കലയുടെ കേന്ദ്രത്തിൽ തന്നെ ഒരു അധ്യാപകനായിട്ട് വരികയാണ്. എന്തായിരുന്നു ഇവിടുത്തെ നിയമനത്തിൻ്റെ ഒരു കാര്യങ്ങൾ? ഇതിപ്പോൾ UGC പോസ്റ്റിലാണ് നിയമിക്കുന്നത്, ഭരതനാട്യ വിഭാഗത്തിലാണ്. അപ്പോൾ ഞാൻ ഈ അവസാന നിമിഷത്തിലാണ് MA ഭരതനാട്യം ചെയ്തത്. നേരത്തെ മോഹിനിയാട്ടത്തിലായിരുന്നു, നമുക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ പഠിക്കണം എന്നുള്ള താല്പര്യം കൊണ്ടാണ് വീണ്ടും അവസാന നിമിഷം ഭരതനാട്യം ചെയ്ത് കോഴ്സ് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് കലാമണ്ഡലം കോൾ ഫോർ ചെയ്യുന്നത്. അത് SC വിഭാഗത്തിലേക്കുള്ള കോൾ ഫോർ ആയിരുന്നു. അപ്പം അതിൽ അപേക്ഷിച്ചു. നമുക്കിപ്പോൾ നിയമനം ലഭിച്ചതായിട്ട് അറിഞ്ഞു. മെമ്മോ വന്നു. ഇപ്പോൾ ഇവിടെ ജോയിൻ ചെയ്യാനെത്തിയതാണ്. വളരെയധികം സന്തോഷമുണ്ട്. കാരണം എന്നെ സംബന്ധിച്ച് ജോലി എന്നുള്ളത് മാത്രമല്ല, നൃത്തരംഗത്ത് നിലകൊള്ളുക എന്നുള്ളത് മാത്രമാണ് എന്നെ സംബന്ധിച്ച്. അതിപ്പോൾ ജോലി ഉണ്ടായാലും ഇല്ലെങ്കിലും ഇവിടെ തന്നെ ഉണ്ടാവും. നമുക്ക് നൃത്തം വിട്ട് വേറൊരു പരിപാടിയില്ല. പക്ഷേ ഇവിടെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാവാൻ സാധിച്ചു എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. കാരണം ഇവിടെ മോഹിനിയാട്ട വിഭാഗം കലാമണ്ഡലത്തിൽ 1932 തുടങ്ങുമ്പോൾ ആ സമയത്ത് ARR ഭാസ്കർ, രാജരത്ന മാസ്റ്റർ തുടങ്ങിയിട്ടുള്ള ഗുരുക്കന്മാരായിരുന്നു ചെന്നൈയിൽ നിന്ന് ഇവിടെ എത്തിയിട്ട് ഭരതനാട്യം പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ കളരിയിൽ ഇപ്പോൾ വീണ്ടും ഭരതനാട്യത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങാൻ പോകുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഒരു ഭരതനാട്യ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള അപ്പോയിൻമെൻറ്റ് നടക്കുന്നു. അപ്പോൾ ഈ നൃത്ത കളരിയിലേക്ക് ഒരു പുരുഷൻ ആദ്യമായിട്ട് വരുന്നു എന്നുള്ളൊരു സന്തോഷം ഉണ്ട്. അതെ, അതായത് ഒരു പുതിയ ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങുമ്പോൾ അതിൽ ആദ്യത്തെ നിയമനം അതൊരു വലിയൊരു സന്തോഷത്തിന്, ചരിത്രത്തിന് ഭാഗമാണ്. പിന്നെ ഒരു പുരുഷൻ ഈ രംഗത്തേക്ക്, നൃത്തരംഗത്തേക്ക് ഒരു അധ്യാപകനായിട്ട് വരുന്നു. അപ്പോൾ ഈ കലാഭവൻ മണിയുടെ പാരമ്പര്യവും അതുപോലെ തന്നെ RLV രാമകൃഷ്ണൻ അതിൻ്റെ തുടർച്ചയും, കലാരംഗത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ടിട്ടുണ്ട്. അതിനൊക്കെയും ഒരു ഫലമുണ്ട് എന്ന് തന്നെയാണോ കാണിക്കുന്നത്? തീർച്ചയായിട്ടും പ്രതിസന്ധികൾ എപ്പോഴും നമ്മൾ ചവിട്ടുപടികളായിട്ടാണ് കണ്ടിട്ടുള്ളത്. കാരണം മുന്നോട്ട് പോകാനുള്ള ഒരു ത്വര ഉണ്ടാക്കുന്നത് പ്രതിസന്ധികൾ തന്നെയാണ്. അപ്പോൾ അതിനെ പടവെട്ടിക്കൊണ്ട് നിൽക്കുക. കാരണം നേരിൻ്റെ പാതയിലൂടെ നമുക്കിന്ന് സഞ്ചരിക്കുമ്പോൾ ഒരു തടസ്സം ഉണ്ടാവില്ല. അത് വഴി തുറന്നു തരും തന്നെയാണ് വിശ്വാസം. അത് തന്നെയാണ് കലാഭവൻ മണിച്ചേട്ടൻ പറഞ്ഞ് പഠിപ്പിച്ചു തരികയും നേരിട്ട് കാണുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കിന്ന് ഇവിടം വരെ എത്താൻ സാധിച്ചത് കൊണ്ട് തന്നെയാണ്. സത്യത്തിൽ RLV രാമകൃഷ്ണനെ പോലെ ഒരാൾ എത്തിച്ചേരേണ്ട ഒരു ഇടത്തിൽ തന്നെയാണ് ഇപ്പോൾ എത്തിച്ചേർന്നത്. ഒരുപാട് കറങ്ങിയിരിക്കുന്നു. ഒരുപാട് സ്ഥലങ്ങളിൽ ഇത്രയും കാലത്തിനിടയ്ക്ക് ഒരു തൊഴിലും അതുപോലെ തന്നെ തൻ്റെ കലാവാസനയൊക്കെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തി. പല സ്ഥലത്തും അത് നടന്നില്ല, പലയിടത്തും അവഗണനയുണ്ടായി. പക്ഷേ അവസാനം കലാമണ്ഡലത്തിലെ അങ്ങയുടെ ഒരു ദൗത്യം എന്താ? ശരി, തീർച്ചയായിട്ടും നല്ലൊരു അധ്യാപകനാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം ആധുനിക കാലഘട്ടത്തിൽ കല പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികളോട് ഏറ്റവും അറിയാവുന്ന, അല്ലെങ്കിൽ ഇനിയിപ്പോൾ എനിക്ക് അറിയില്ലെങ്കിൽ തന്നെയും അറിയാവുന്ന കാര്യങ്ങൾ കുട്ടികൾക്ക് ഏറ്റവും നല്ല വിവരത്തിലൂടെ പറഞ്ഞു കൊടുക്കുന്ന നല്ലൊരു അധ്യാപകനാവുക എന്നുള്ളതാണ് ഇനി ഏറ്റവും വലിയ ലക്ഷ്യം. കലാമണ്ഡലത്തിൽ പഠിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു? പണ്ട് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. മോഹിനിയാട്ടത്തിന് ഇവിടെ നൃത്തരംഗത്ത് അഡ്മിഷൻ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മുടെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ കലാമണ്ഡലത്തിൽ മോഹിനിയാട്ട വിഭാഗത്തിലേക്ക് ആൺകുട്ടികൾക്ക് അഡ്മിഷൻ കൊടുത്തിരുന്നു നേരത്തെ. അപ്പോൾ ഇപ്പോൾ എല്ലാം കൊണ്ട് വളരെ സന്തോഷമായി. കാരണം ഏതൊരു കലാകാരനും ആഗ്രഹിക്കുക കലാമണ്ഡലം എന്ന പേരിനോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. പഠിക്കാൻ മോഹിച്ചത് ഇപ്പോൾ പഠിപ്പിക്കേണ്ട ദൗത്യത്തിലേക്ക് എത്തി. തീർച്ചയായിട്ടും വളരെ സന്തോഷം. പിന്നെ ചേട്ടനൊക്കെ ഇപ്പോൾ എങ്ങനെ ഓർക്കുന്നത്? ഈ ഒരു നിങ്ങളുടെ ജീവിതത്തിലൊക്കെ ഉയർച്ചകളിലും താഴ്ചകളിലൊക്കെ ചേട്ടൻ എങ്ങനെ ഓർത്തെടുക്കും? ചേട്ടനെ നമുക്ക് മറക്കാൻ പറ്റില്ലല്ലോ ഒരു നിമിഷം പോലും. കാരണം നമ്മളെ ആദ്യമായിട്ട് പരിചയപ്പെടുന്ന ഒരാളെ എപ്പോഴും മണിയുടെ അനിയനല്ലേ എന്ന് ചോദിച്ചിട്ടാണ്. അപ്പോൾ ആ ഒരു വലിയ അഡ്രസ്സ് നമുക്ക് എന്താ പറയുക, എപ്പോഴും ഓർക്കേണ്ടതായി വരും. ഒപ്പം ഇന്ന് ഞാൻ നിലകൊള്ളുന്നുണ്ടെങ്കിൽ അത് കലാഭവൻ മണി എന്ന് പറയുന്ന വലിയ കലാകാരൻ്റെ പ്രോത്സാഹനമാണ്. കേരളത്തിലെ കലാരംഗത്ത് ആരൊക്കെ അവഗണിച്ചാലും കലാഭവൻ മണിയും RLV രാമകൃഷ്ണനും ഒരിക്കലും മായ്ക്കാൻ പറ്റാത്ത ഒരു ഏടായി മാറുകയാണ്. ഇതിനു മുമ്പ് ഈ അവഗണനകളൊക്കെ ഇപ്പോൾ അവസാനം കേസ് വരെ എത്തിയില്ല, അവഗണനകളൊക്കെ നേരിട്ടപ്പോൾ എന്താ തോന്നിയിരുന്നത്? ഇല്ല, നമ്മൾ മുന്നോട്ടുള്ള പ്രയാണം തന്നെയാണ്. നമുക്ക് എന്ത് പ്രതിസന്ധി, കാരണം ഭക്ഷണം കഴിക്കാതിരുന്നൊരു സാഹചര്യത്തിൽ നിന്ന് ഇവിടം വരെ എത്തിയല്ലോ നമ്മൾ. അപ്പോൾ പ്രതിസന്ധികളൊക്കെ നമ്മൾ ചവിട്ടുപടികളായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. വിവാദങ്ങൾക്ക് ഇനി പ്രസക്തിയില്ല. ഇനി ഭാവിയിലെ കുട്ടികളിൽ ഇനിയിപ്പോൾ വലിയൊരു ദൗത്യമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. കലാമണ്ഡലം ഇനിയും ഉയർന്നിലേക്ക് പോകേണ്ടതുണ്ട്. എങ്ങനെയാണ് ഒരു പ്ലാൻ? എന്താണ് ഇവിടുത്തെ? അല്ല, ഒരു സർവകലാശാലയുടെ നിയമവ്യവസ്ഥ അനുസരിച്ചിട്ട് എല്ലാ കാര്യങ്ങളും അതോടൊപ്പം തന്നെ ഒരുമിച്ച് പ്രവർത്തിച്ചു പോകുക എന്നുള്ളതാണ്. ഏതായാലും വൈകിയെത്തിയ അംഗീകാരം, പഠിക്കാൻ മോഹിച്ച സ്ഥലത്ത് പഠിപ്പിക്കാനെത്തുക എന്ന വലിയ ഒരു
സന്തോഷം നിറഞ്ഞ ഒരു അനുഭവം. ഇതെല്ലാം കൂടി നമുക്ക് കാണാം. RLVയുടെ കണ്ണ് നിറഞ്ഞു പോയി. ചേട്ടനെ കുറിച്ച് ഓർക്കുമ്പോൾ, താൻ നേരിട്ട പ്രതിസന്ധികളെ കുറിച്ച് ഓർക്കുമ്പോഴേക്കും കണ്ണ് നിറഞ്ഞു പോകൊണ്ട് വികാരപരമായ ഒരു അവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. ഏതായാലും കലാമണ്ഡലത്തിൽ ഒരു ചരിത്രം കുറിച്ചിരിക്കുന്നു. ആ ചരിത്രത്തിൻ്റെ ഭാഗമാവാൻ RLV രാമകൃഷ്ണന് കഴിഞ്ഞിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. റിപ്പോർട്ടർ ജെയ്സൺ, റിപ്പോർട്ടർ, തൃശ്ശൂർ.